നമ്മുടെ സഹോദരിമാര് എല്ലാവരും ചുണ്ടിന്റെ മുകളിൽ ചുവപ്പ് തേക്കുകയാണ്, ചുവപ്പ് തേച്ച് നടക്കുകയാണ്. ആരെ കാണിക്കാനാണ്? ഭർത്താവിനെ കാണിക്കാനാണോ? അല്ല, ആരുടെയൊക്കെയോ മുന്നിൽ സൗന്ദര്യം പ്രദർശിപ്പിക്കാനാണ്. ഞാൻ ഇന്നലെ മേക്കപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, ഉസ്താദ് ഇപ്പൊ മേക്കപ്പ് ഒന്നുമല്ല, ഇപ്പൊ പുട്ടിയിടലാണ്. ഇപ്പൊ മേക്കപ്പ് ഒക്കെ പോയി പുട്ടിയിടലാണ്, മുഖം പുട്ടിയിടാൻ. നമ്മളെ പള്ളിന്റെ ഈ ചുമര് പുട്ടിയിട്ടിട്ടുണ്ട്, അതൊന്ന് നല്ല മിനുസമാകാൻ വേണ്ടി പുട്ടിയിടുകയാണ്. ഇപ്പോ കല്യാണത്തിന് പെണ്ണ് മുഖത്ത് പുട്ടിയിടുകയാണ്, സൽക്കാരത്തിന് പെണ്ണ് പുട്ടിയിടുകയാണ്, എല്ലാ പരിപാടികൾക്കും പുട്ടിയിടുകയാണ്. എന്തൊരു വല്ലാത്ത കാലമാണ്! ആരെ കാണിക്കാനാണ്? അങ്ങനെ പുട്ടിയിട്ടിട്ട് റീൽസുകൾ ഉണ്ടാക്കുകയാണ്, 10,000 ചെലവഴിച്ച്. എന്നിട്ട് ആ റീൽസുകളോ ഇൻസ്റ്റയിൽ അയാള് അവര് അപ്ലോഡ് ചെയ്യുകയാണ്, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയാണ്. ആ പെണ്ണ് ഹജ്ജിന് പോയാൽ ഹജ്ജ് സ്വീകരിക്കുമോ? ആ പെണ്ണ് നിസ്കരിച്ചാൽ നിസ്കാരം കബൂലാകുമോ? അള്ളാഹുവിന്റെ മുന്നിൽ തൗബ ചെയ്യണ്ടേ? തൗബ ചെയ്യാതെ ഒരാൾക്കും രക്ഷയില്ല. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. അള്ളാഹു നമ്മുടെ തൗബയെ സ്വീകരിക്കട്ടെ. ഖാലിസായ തൗബ, ആ തൗബ ഒരാൾ ചെയ്യുമ്പോ എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കണം. ഒരു പെണ്ണ് കല്യാണത്തിന്റെ ഭാഗമായ ഒരു റീൽസ് ഉണ്ടാക്കി, കുട്ടിയിട്ടിട്ട് മുഖമൊക്കെ ഭംഗിയാക്കി വെച്ചിട്ട് ചുണ്ടിന്റെ മുകളിലൊക്കെ ചായങ്ങൾ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു റീൽസ് ഉണ്ടാക്കിയിട്ട് ആ റീൽസ് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്തിട്ട് ആ റീൽസുകൾ ആരെല്ലാം കാണുകയാണ്? കടുത്ത ഹറാമ് നടക്കുകയാണ്. പെണ്ണിപ്പുറത്തു നിന്ന് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുകയാണ്. ആ തൗബ സ്വീകരിക്കുമോ? സുബ്ഹാനല്ലാഹ്, സ്വീകരിക്കൂല. കടുത്ത ഹറാമ് ഒരു ഭാഗത്ത് നടക്കുകയാണ്. അതേ വ്യഭിചരിക്കുന്ന സമയത്ത് മരണപ്പെട്ടവരില്ലേ? വ്യഭിചരിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോയി. അഊദു ബില്ലാഹ്. അവസാനം ഈ വ്യഭിചരിക്കുന്നവന്റെ ശരീരം വീടിന്റെ അപ്പുറത്ത്, ഒരു ചുമരിന്റെ അപ്പുറത്ത് കൊണ്ടുപോയി വെച്ചു. അന്വേഷണം നടന്നു. എങ്ങനെയാണ് ഈ പെണ്ണ്, ഈ ചെറുപ്പക്കാരൻ മരണപ്പെട്ടത്? ഫോൺ കോളുകൾ പരിശോധിച്ചു നോക്കി. പരിശോധിച്ചു നോക്കുമ്പോൾ അവസാനത്തെ കോള് പോയത് ആ നാട്ടിലെ ഒരു സഹോദരിയിലേക്കാണ്. അന്വേഷണം ആരംഭിച്ചു. ആ പെണ്ണിനെ പിടിച്ചു. പെണ്ണിനോട് ചോദിച്ചു, പെണ്ണെ, ഇയാൾ എങ്ങനെയാ മരിച്ചത്? 5-6 ദിവസം കഴിയുമ്പോ പുഴുക്കൾ അരിച്ചിട്ട് ചീഞ്ഞു നാറുമ്പോഴാണ് ആളുകൾ അറിഞ്ഞത്. എങ്ങനെയാണ് മരണപ്പെട്ടത്? അപ്പോ പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് വന്നു ഭർത്തൃമതിയായ ഈ പെണ്ണെ ആ ചെറുപ്പക്കാരനെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി. വ്യഭിചാരം നടന്നുകൊണ്ടിരിക്കുമ്പോ നാഥനായ റബ്ബിന്റെ ഖളാ വന്നു, മരണം സംഭവിച്ചു. അഊദു ബില്ലാഹ്. കഴിഞ്ഞ ദിവസം എന്നെ കാസർഗോഡ് നിന്ന് ഒരു ഉമ്മ വിളിക്കുകയാണ്. എറണാകുളത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ചു പോയി. ആ ആക്സിഡന്റ് എങ്ങനെയാ സംഭവിച്ചത്? കാറും ബൈക്കുമായുള്ള അപകടമാണ്. ആ ബൈക്കിൽ ഒരു സഹോദരി മരണപ്പെട്ടു പോയി. നമ്മുടെ കാസർഗോഡുള്ള ഒരു സഹോദരി നഴ്സാണെന്നാണ് അറിയുന്നത്. അല്ലാഹു ആലം. എന്തായാലും ആ മരണം സംഭവിച്ചത് എങ്ങനെയാ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് ഹറാമിന് വേണ്ടി, അന്യ പുരുഷന്റെ കൂടെ ചുറ്റാൻ വേണ്ടി ഇറങ്ങിപ്പോയതാണ്, വൃത്തികേടിന് വേണ്ടി പോയതാണ്, ഹറാമിന് വേണ്ടി പോയതാണ്. അങ്ങനെ അതേ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. കൂട്ടുകാരെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഓ ഉപ്പാ, ഓ ഉമ്മാ, എങ്ങനെയാണ് മക്കൾക്ക് നിങ്ങൾ സമ്മതം കൊടുക്കുന്നത്? മഹ്റമല്ലാത്തവരുടെ കൂടെ ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പാടുണ്ടോ? അതേ ഹജ്ജിന് പോകാൻ പറ്റുമോ? ഉംറക്ക് പോകാൻ പറ്റുമോ? ഏത് നന്മകൾക്കും വേണ്ടി പോകാൻ പറ്റൂല. ഒരു മഹല്ലിൽ ഒരു പക്ഷേ അള്ളാഹുവിന്റെ ദീനുമായൊരു ക്ലാസ് നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മഹല്ലിന്റെ പരിധിയിലെ ഒരു പെണ്ണിന് മഹ്റമില്ലാതെ വീട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ള മഹല്ലാണ്, അവിടെ ക്ലാസ്സിന് വേണ്ടി പങ്കെടുക്കുന്നതിന് കുഴപ്പമില്ലെന്ന് മഹാന്മാരെ ഫുഖഹാക്കൾ വിശദീകരിക്കുകയാണ്. മഹല്ലിന്റെ അപ്പുറത്ത് പോകണോ? മഹ്റമില്ലാതെ പോകാൻ അനുവാദമില്ല. ഒരു കൂട്ടം സ്ത്രീകളില്ലാതെ ഹജ്ജ് ചെയ്യാൻ, അതേ നിർബന്ധമായ ഹജ്ജ് ചെയ്യാൻ അനുവാദമില്ല. ഒരു കൂട്ടം സ്ത്രീകളില്ലാതെ അതേ നിർബന്ധമായ ഉംറ ചെയ്യാൻ അനുവാദമില്ല. എന്നിട്ട് ഈ പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എറണാകുളത്തിറങ്ങി അന്യ പുരുഷന്റെ കൂടെ, ഒരു പരിചയവുമില്ലാത്ത മൊബൈലിൽ കൂടെ മാത്രമുള്ള പരിചയം, ആ പരിചയമുള്ള ചെറുപ്പക്കാരന്റെ കൂടെ ബൈക്കിൽ യാത്ര തിരിക്കുകയാണ്. എതിർ നിന്ന് വന്ന അതേ സ്വിഫ്റ്റ് കാർ ഈ വാഹനത്തിലേക്ക് അടിക്കുന്നു. തൽക്ഷണം തലയതാ ആ നടുറോട്ടിൽ ചിന്നിച്ചിതറി മരണപ്പെടുകയാണ്.
ചിന്നിച്ചിതറിയോ ഇല്ലയോ എന്നത് അല്ലാഹു അലം. ഏതായിരുന്നാലും തലയിടിച്ച് മരണം സംഭവിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് എന്താ ഉണ്ടായത്? അവരെ കുറിച്ച് കൂടെ വിളിച്ചു കൊണ്ടുപോയ 2 പെണ്ണുങ്ങളെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. അടിച്ചുപോയ കാറിനെ കുറിച്ച് വിവരമില്ല. എന്താണ് സംഭവിച്ചത്? അത്യാസന്ന നിലയിലാണ് ആ ബൈക്ക് ഓടിച്ച ചെറുപ്പക്കാരൻ. എങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്? ഹറാമിന് വേണ്ടി പോകുമ്പോൾ മരണം സംഭവിക്കുകയാണ്. നഊദു ബില്ലാഹ്. ലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുൽ ഖംറ മുഅ്മിനെ. കള്ളു കുടിക്കുന്ന സമയത്ത് ഒരാൾക്ക് മുഅ്മിനായി കള്ളു കുടിക്കാൻ കഴിയൂല. അതെ, ഒരാള് മയക്കുമരുന്ന് കഴിക്കുന്ന സമയത്ത് അയാൾക്ക് മുഅ്മിനായ നിലയിൽ മയക്കുമരുന്ന് കഴിക്കാൻ കഴിയൂല. ആ മയക്കുമരുന്ന് കഴിക്കുമ്പോ, മദ്യം കുടിക്കുമ്പോ അയാളുടെ ശരീരത്തിൽ നിന്ന് ഈമാൻ അല്ലാഹു ഊരിയെടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. വലിയ ഗൗരവമുള്ള വിഷയമല്ലേ? ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. അതേ, മുഅ്മിനായ മനുഷ്യനിക്ക് വ്യഭിചരിക്കാൻ കഴിയൂല. വ്യഭിചരിക്കുന്ന സമയത്ത് അയാളുടെ ശരീരത്തിൽ നിന്ന് അല്ലാഹു ഈമാനിനെ ഊരിയെടുക്കുകയാണ്. ആ സമയത്താണ് അയാൾ മരണപ്പെട്ടതെങ്കിലോ അയാളുടെ മരണം ഈമാനില്ലാത്ത മരണമാണ്. നഊദു ബില്ലാഹ്. സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ. നല്ല നല്ല റീൽസുകൾ ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം മരണപ്പെട്ടു പോയാലോ? പിറ്റേ ദിവസം മരിച്ചു എന്ത് ചെയ്യും? ആരെങ്കിലും ആ റീൽസുകളൊക്കെ ഒരുപക്ഷെ ഡിലീറ്റ് ചെയ്തിട്ട് ഈ പെണ്ണിന് വേണ്ടി ദ്വാരന്നാൽ ഒരുപക്ഷെ അള്ളാഹു സ്വീകരിച്ചു എന്ന് വരാം. പക്ഷെ ഈ കടുത്ത ഹറാം അപ്ലോഡ് ചെയ്തിട്ട് ഈ പെണ്ണ് പിറ്റേ ദിവസം മരണപ്പെട്ടാലോ? ആരാണ് ആ പെണ്ണിന് വേണ്ടി അള്ളാഹുവിനോട് വക്കാലത്ത് പറയാ? എത്ര ദ്വാരന്നിട്ട് കാര്യം ഉണ്ടാവോ? ഒരു ഭാഗത്ത് നമ്മുടെ ദുആകളും ദിക്റുകളും ജോറുപാറ്, വേറൊരു ഭാഗത്ത് ഈ പെണ്ണ് അഭിനയിച്ച അഭിനയങ്ങൾ, ഈ പെണ്ണെ ഉണ്ടാക്കി തീർത്ത വൃത്തികേടുകൾ, കടുത്ത ഹറാമുകൾ പലരും കണ്ട് ആസ്വദിക്കുകയാണ്. കാരണം ഈ പെണ്ണല്ലേ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ദുനിയാവ് വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. സയ്യിദുനാ ഹംദല റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറയാണ്, നബിയേ, ഞാൻ മുനാഫിഖായി പോയി നബിയേ. സുബ്ഹാനല്ലാഹ്. ഹംദല റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എങ്ങനെയാണ് ഹംദല നിങ്ങൾ അതേ മുനാഫിഖാകുന്നത്? നബിയെ, അങ്ങയുടെ സദസ്സിലിരിക്കുമ്പോ എനിക്ക് നന്മയിലേക്ക് പോകണമെന്ന് എന്റെ കൽബ് പറയുകയാണ്. പക്ഷേ എന്റെ കൽബ് വളരെ മോശമാണ് നബിയെ. ഞാൻ അഥവാ ഈ സദസ്സുകളൊക്കെ പിരിഞ്ഞ് കുറഞ്ഞ ദിവസം കഴിയുമ്പോ പിന്നെയും തെറ്റുകൾ ഞാൻ അറിയാതെ സംഭവിച്ചു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വല്ലാതെ വേദനിച്ചു പോയി. അല്ലാ, നിങ്ങളുടെ കൽബിൽ ഈമാനിന്റെ അംശമുണ്ട് ഹംദല. ഈമാനിന്റെ പ്രഭ നിങ്ങളുടെ കൽബിലുണ്ട് ഹംദല. സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മളൊക്കെ നല്ല നല്ല സദസ്സുകളിൽ പങ്കെടുക്കണം, ധാരാളം ദിക്റുകൾ ചൊല്ലണം, മക്കൾക്ക് നല്ല നല്ല വയലുകൾ കേൾപ്പിച്ചു കൊടുക്കണം. ആ മനസ്സുകൾ പരിവർത്തനം ഉണ്ടാകും. ഒരു പക്ഷേ ആ പരിവർത്തനത്തിന് ശേഷം എന്തെങ്കിലും ഒരു തെറ്റ് അറിയാതെ സംഭവിച്ചു പോയാൽ പിന്നെ നാഥനായ റബ്ബിലേക്ക് പിന്നെയും മടങ്ങണം. അങ്ങനെ എപ്പോഴും ഖൽബ് നന്നാക്കി എടുക്കാനുള്ള നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. സയ്യിദുനാ ഹംദല റളിയല്ലാഹു അൻഹു അവസാനമായി വഫാത്താകുന്നത് എങ്ങനെയാണെന്നറിയുമോ? കല്യാണം നടക്കുകയാണ്, മധുവിധു കൂടുകയാണ്. ഉഹദിലാണ് വീട്. സയ്യിദുനാ ഹംദല റളിയല്ലാഹു അൻഹുവിന്റെ വീട്. ആ വീട്ടിൽ ഇങ്ങനെ ഭാര്യയുമായി ഒന്നാമത്തെ രാത്രി, ആദ്യ രാത്രി പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ഭാര്യയും ഒരു ഭർത്താവും എത്ര സന്തോഷത്തോടുകൂടെയാണ് ഒന്നാമത്തെ രാത്രി കഴിച്ചു കൂട്ടുന്നത്. ആ ഭാര്യയുടെ സമീപത്ത് കിടന്നുകൊണ്ടിരിക്കുമ്പോ അതാ വിളിയാളം വരുന്നു, മുസ്ലിമീങ്ങളെ, ഉഹദ് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങണേ, ഉഹദ് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങണേ, ഉഹദ് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങണേ. ഹംദല റളിയല്ലാഹു അൻഹു പിന്നെ കാത്തു നിന്നില്ല. തന്റെ ആദ്യ രാത്രിയാണെന്ന് ഓർത്തില്ല, തന്റെ ഭാര്യയുടെ സമീപത്താണെന്ന് ചിന്തിച്ചില്ല. ഭൗതികമായ ലോകം മറന്നുപോയി.
അല്ലാഹുവിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഒരു പിടിച്ച വാളുമായി ഉഹദിന്റെ രണാങ്കളത്തിലേക്ക് വരികയാണ് സയ്യിദുനാ ഹംദല റളിയല്ലാഹു അൻഹു. ശത്രുക്കളുമായി ഏറ്റുമുട്ടുകയാണ്. 30ഓളം ആളുകളെ തന്റെ വാളിന് ഇരയാക്കുകയാണ് സയ്യിദുനാ ഹംദല റളിയല്ലാഹു അൻഹു. ഘോരമായ യുദ്ധത്തിന്റെ ഒടുവിലെ സയ്യിദുനാ ഹംദല റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ വെട്ടേറ്റുകൊണ്ട് ഉഹദിന്റെ രണാങ്കളത്തില് അതേ ധീര രക്തസാക്ഷിയാവുകയാണ്. മരണം സംഭവിക്കുകയാണ്. ഹംദല റളിയല്ലാഹു അൻഹുവിന്റെ അതേ മരണപ്പെട്ട് കിടക്കുന്ന ജനാസ കാണാൻ വേണ്ടി വിതുമ്പുന്ന മനസ്സുമായി വരികയാണ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ, ഹംദല എന്ന് പറയുന്ന ഈ സ്വഹാബി എത്ര വലിയ ഭാഗ്യവാനാണ് സ്വഹാബ. ഈ അതേ ആദ്യ രാത്രിയുടെ ഈ സുന്ദരമായ നിമിഷത്തിൽ ഉഹദിന്റെ രണാങ്കളത്തിലേക്ക് വന്ന് ധീരരക്തസാക്ഷിയായ ഈ ഹംദലയെ മലായിക്കത്തുകൾ ആകാശ ലോകത്ത് വെച്ചുകൊണ്ട് കുളിപ്പിക്കുന്നുണ്ട് സ്വഹാബ, കുളിപ്പിക്കുകയാണ് സ്വഹാബ. സ്വഹാബത്ത് ചെന്ന് ഹംദല റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോ ആ തലയിലൂടെ വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുകയാണ്. സുബ്ഹാനല്ലാഹ്. ഹംദല റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലൂടെ അതാ വെള്ളം ഇങ്ങനെ ഉറ്റി വരികയാണ്. അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ മഹാനവറുകളെ കുളിപ്പിക്കുകയാണ്. ഒരാൾ ഷഹീദായാൽ അല്ലാഹുവിന്റെ ദീനിൽ അവർക്ക് കുളി നിർബന്ധമില്ല, അവരെ കുളിപ്പിക്കേണ്ടതില്ല. അവരെ കുളിപ്പിക്കൽ തെറ്റാണ്, ഹറാമാണ്. ഷഹീദായ ആളെ കുളിപ്പിക്കാൻ പാടില്ല. അവരുടെ എങ്ങനെയാണോ ഷഹീദായത് ആ ഷഹീദായ രൂപത്തിൽ തന്നെ അവരെ ഖബറടക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. പക്ഷേ ഹംദല റളിയല്ലാഹു അൻഹുവിനെ മലായിക്കത്തുകൾ കുളിപ്പിക്കുകയാണ്. സ്വഹാബത്തിനോട് മുത്തു റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബ, അതേ ഹംദല റളിയല്ലാഹു അൻഹുവിന്റെ ഒരു രാത്രി പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിയാത്ത ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയോട് ചെന്ന് ചോദിക്കൂ, ഹംദല റളിയല്ലാഹു അൻഹു ഏത് സാഹചര്യത്തിലാണ് യുദ്ധത്തിന് എഴുന്നേറ്റ് പോയത്? അപ്പോൾ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നു, ചോദിക്കുന്നു. ഭാര്യ പറയുന്നു, ഭർത്താവുമായി ആദ്യ രാത്രി പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സുഖാനുഭൂതികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതേ എന്റെ ഭർത്താവ് എന്നിൽ നിന്ന് എഴുന്നേറ്റ് പോയി. സുബ്ഹാനല്ലാഹ്. എന്റെ ഭർത്താവ് ജനാബത്തുകാരനായിരുന്നു. ആ ജനാബത്തിന്റെ കുളിയാണ് മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ആകാശ ലോകത്ത് നിന്ന് മലായിക്കത്തുകൾ നിർവഹിച്ചതെങ്കിൽ അവരെ കിടക്കുന്ന സ്വർഗത്തിൽ നമുക്ക് കിടക്കണ്ടേ? അവരുടെ കൂടെ നമുക്ക് സ്വർഗത്തിൽ പോകണ്ടേ? അവരുടെ കൂടെ നമുക്ക് നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണ്ടേ? അവരുടെ കൈകൾ പിടിച്ച് നമുക്ക് ചുംബിക്കണ്ടേ? അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ. മൂമിനായി ജീവിച്ച് മൂമിനായി മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ പെടുത്തണേ അല്ലാഹ്.